വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബൈർ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിപ്പം ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പാറോ ചട്നിയോ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഇഡ്ലിപ്പൊടിയിൽ കുറച്ച് നല്ലെണ്ണയോ നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കഴിക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഉഴുന്ന്, കടലപ്പരിപ്പ്, അതുപോലെ തന്നെ പൊട്ടുകടല, വെള്ള എള്ളിന് പകരം കറുത്ത എള്ള ചേർക്കുന്നെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ജീരകം, കുരുമുളക്, സാമ്പാർ പരിപ്പ്, വറ്റൽമുളകൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടായ സമയത്ത് ആദ്യം തന്നെ ഉഴുന്നാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി അതിൽ നിന്ന് നല്ലൊരു മണം വരും കേട്ടോ. ആ ഒരു സമയത്ത് നമ്മളിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. നല്ലൊരു പരന്നിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഇപ്പം ഉഴുന്ന് നല്ലവണ്ണം വറുത്തെടുത്തിട്ടുണ്ട്. അതിനെ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. അപ്പം ഓരോന്നുമായിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഞാനിവിടെ ആദ്യം തന്നെ ഉഴുന്നുപരിപ്പാണ് ഒന്ന് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് കടലപ്പരിപ്പാണ് ഇട്ടിട്ടുള്ളത്. അതിന് ഏകദേശം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമെന്നില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാ അതിലേക്ക് നമ്മൾ വറുത്തെടുത്തുള്ള ഒരു കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരിയാണ്. ഒരു 1/4 കപ്പോളം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങലരിയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പച്ചരി ആണെങ്കിൽ അതായാലും മതി കേട്ടോ. എന്നിട്ട് അത് നല്ലവണ്ണം പൊട്ടി വരുന്നത് വരെ അത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചിട്ട് വറുത്തെടുക്കാതെ ഈ ഒരു ഉഴുന്നും കടലപ്പരിപ്പ് അരിയൊക്കെ വേറെ വേറെ ആയിട്ട് തന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതാ അരിയും നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ളൊരു പ്ലേറ്റിൽ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ വെള്ള എള്ളാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് പൊട്ടുകടലയും കുറച്ച് സാമ്പാർ പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മൂന്നും ഒരുമിച്ചിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ കയ്യിൽ വെള്ള എള്ളില്ലെങ്കിൽ കറുത്ത എള്ള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എള്ള് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉഴുന്നും കടലപ്പരിപ്പും അതുപോലെ തന്നെ അരി, ഉണക്കമുളക്, കറിവേപ്പിലയൊക്കെ വറുത്തെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇതാ അതും വറുത്തെടുത്തത് ആ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുരുമുളകാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കേട്ടോ. കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കുരുമുളകും 1 ടീസ്പൂണ് ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വറുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം സാദാ മുളകാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കാശ്മീരി മുളക് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടിയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഉണക്കമുളക് ഒന്ന് വറുത്തതിനും കൂടി ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പം ഞാനിവിടെ ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ വെള്ളത്തിൻ്റെ ആ ഒരു അംശമുണ്ട്. അത് നമ്മൾ നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്ത് അതിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇഡ്ഡലിപ്പൊടി പെട്ടെന്ന് തന്നെ കേടായിട്ട് പോവും. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതും കൂടി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാത്തിൻ്റെയും ചൂടൊക്കെ ഒന്ന് മാറി തണുത്തതിന് ശേഷം മാത്രം മിക്സിൻ്റെ ജാറിൽ പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പൊടിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിതിലേക്ക് മുഴുവനായിട്ടുള്ള കായാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിവിടെ കായത്തിൻ്റെ പൗഡറാണ് ഉള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് കൂടുതലായിട്ട് തന്നെ വറുത്ത് വെച്ചുകൊണ്ട് ഒരു പ്രാവശ്യമായിട്ട് ഈ ഒരു മിക്സീൻ്റെ ജാറിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ
2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ ഇഡ്ലിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്കോ ഒരു പ്ലേറ്റിലേക്കോ ഇട്ടിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ ഇഡ്ലിപ്പൊടി ഉണ്ടാക്കി വെക്കുകയൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ സാമ്പാറോ ചട്നിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഐറ്റം മതി കേട്ടോ. നമുക്ക് ഇഡ്ഡലിയോ ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഈ ഒരു പൊടി ഒന്ന് തൂവി കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എടുക്കുന്ന ആ ടിന്നിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് കൂടുതൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഇഡ്ലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടി കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമെന്ന് വിചാരിച്ചാൽ അതെടുത്ത് അതിലേക്ക് കുറച്ച് നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കൂടുതലുള്ളതിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കും ചെയ്യാം കേട്ടോ. ഈ ഒരു ഇഡ്ലിപ്പൊടി പല രീതിയിലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കി വെക്കാറുള്ളത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.